പറയൂ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത പിന്നെ നമ്മുടെ ആ മൈൻഡ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. അതായത് കൃത്രിമ പെരുമാറ്റം കാണിക്കുന്ന ഒരു മനസ്സിൽ നിന്നും പ്രണയത്തിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധ വഴി, മൈൻഡ്ഫുൾനെസ് വഴി എങ്ങനെ, അതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗുരുജിയുടെ ഈ വൃത്തത്തിലെ ശൂന്യത, ഒരാളുടെ പരസരം, അതായത് മുറിയുടെ അവസ്ഥ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണോ അതായിരിക്കും ആ ആളുടെ മാനസികാവസ്ഥ. പിന്നെ ചിട്ടയോടുള്ള അവന്റെ പറയുന്ന ചിട്ടയോടുള്ള അവന്റെ അലസത, ചിട്ടയില്ലാത്ത ചിന്തകൾ സൃഷ്ടിക്കുന്നവന്റെ ഈ ലൈൻ, ഗുരുജൽ ലൈൻ, ചിട്ടയോട് ഉള്ള അവന്റെ അലസത, ചിട്ടയില്ലാത്ത ചിന്തകൾ സൃഷ്ടിക്കുന്നവന്റെ സ്വഭാവം ആണിത്. അടുക്കും ചിട്ടയും ഇല്ലാത്തതും വൃത്തിയില്ലാത്ത മുറിയിൽ ഇരുന്നു കൊണ്ട് മനസ്സിന്റെ വൃത്തിയും അടുക്കും ചിട്ടയും ചിട്ടയെപ്പറ്റി പറയുന്നതിൽ കാര്യമില്ല. പിന്നെ അതിഥിയെ കാണുമ്പോൾ പെട്ടെന്ന് മുറി വൃത്തിയാക്കുന്നത്, പിന്നെ വൃത്തിയുള്ള കൃത്രിമ പെരുമാറ്റമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ സ്വാഭാവികം അല്ലാത്ത പെരുമാറ്റം കൊണ്ട് അവൻ നന്നായി അവന്റെ വൃത്തി ഇല്ലാത്ത സ്വഭാവത്തെ മറയ്ക്കുകയാണ്. അപ്പോ ഈ ഒരു അവസ്ഥ നമ്മൾ ചിലരിൽ ഉണ്ടാകുന്നതാണ്. അപ്പം അതിന് പരിഹാരം എന്താണ്? അതായത് ഈ മനസ്ഥിതി മാറാന് അടുത്ത പാരഗ്രാഫിൽ ഗുരുജി പറയുന്ന ശ്രദ്ധ വേണം. അതായത് നമ്മൾ ശ്രദ്ധയെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഈ ചോദ്യങ്ങളാണ് ഇങ്ങനെ മനസ്സുള്ളൊരു ഉടമ ചോദിക്കേണ്ടത്. ശ്രദ്ധയെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിൽ ശ്രദ്ധയുണ്ടോ? എവിടെയാണ് എന്റെ ശ്രദ്ധ? ഏത് തലത്തിലാണ് എന്റെ ശ്രദ്ധ? എത്രത്തോളം ശ്രദ്ധ എന്നിലുണ്ട്? ശ്രദ്ധവാൻ ആകാൻ എന്ത് ചെയ്യണ്ടേ? ഇത്രയും കാര്യത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാർ ആയിരിക്കണം. ഒരു കാര്യം ഓർക്കുക, പിന്നെ ശ്രദ്ധയിൽ ആണ് ജ്ഞാനി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവനിൽ മാത്രം ജ്ഞാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്തുകൊണ്ട്, അല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മുടെ ആ മനസ്സിന്റെ വൈകല്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ആത്മാർത്ഥത ഉള്ള സാധകൻ ശ്രദ്ധയുള്ള നിമിഷങ്ങൾ സൃഷ്ടിക്കണം. ഇതിന്റെ പരിഹാരം അതാണ്. ശ്രദ്ധയുള്ള നിമിഷങ്ങൾ സൃഷ്ടിക്കണം. അതായത് ഒരു നിമിഷവും ഓരോ നിമിഷവും ഉണ്ടാകുന്ന ചിന്തയും അതിനനുസരിച്ച് ഉള്ള പ്രവൃത്തിയും ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധ ഉള്ള മണിക്കൂറോ ദിവസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ സൃഷ്ടിക്കുവാൻ സാധിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാധന അങ്ങനെ ആയിരിക്കണം. നീണ്ടകാലം അത് അങ്ങനെ പോകണം. അപ്പോഴാണ് ശ്രദ്ധാപൂർണമായ ജീവിതം ഉണ്ടാകുന്നത്. ഒരു സാധകന്റെ ജീവാത്മാവിനെ ജാഗ്രതയോടെ നാം നിരീക്ഷിക്കണം. എന്നിട്ട് അറിയണം ജീവാത്മാവിന്റെയും നിരീക്ഷണത്തിന്റെയും ശ്രദ്ധ എവിടെ ആണെന്ന്. ജീവാത്മാവ് തിരിച്ചറിയണം. അപ്പൊ ഇത് എങ്ങനെ നമ്മള് പിന്നെ നിരീക്ഷകൻ എന്ന് പറയുന്നത് എങ്ങനെ നിൽക്കുന്നത്? വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. ഒന്നിലും പങ്കെടുക്കുന്നില്ല. പക്ഷെ മനോതലത്തിലുള്ള ഒരാള് ഈ നിരീക്ഷകൻ അത് ഹെൽപ്പ് ചെയ്യുന്നു നമ്മളത് ഐഡന്റിഫൈ ചെയ്യാന്. അപ്പോ നമുക്ക്
ഈ മനോതലത്തിൽ നിൽക്കുന്ന ആ ജീവാത്മാവിന്റെ പിന്നെ അവിടെ ശ്രദ്ധിക്കാം ഏത് തലത്തിലാണ് നിൽക്കുന്ന, മനോതലത്തിലാണോ അഹംഭാവത്തിലാണോ. അങ്ങനെ ആ നിരീക്ഷകന്റെ തലത്തിൽ നിന്നും നമുക്ക് അറിയാം. പക്ഷെ നിരീക്ഷകന്റെ കാര്യം അവിടെ നമുക്ക് അവിടെ നമുക്ക് പറയാൻ പറ്റുമോ എവിടെ നിൽക്കുന്നു എന്ന്? അവിടെ നമുക്കൊരു ഷോർട്ടേജ് വരും. പക്ഷെ ഈ ഡയറക്റ്റിംഗ് ഫാക്ടർ ഈ നിരീക്ഷകനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വികലമായ മനസ്സിനെ നമുക്ക് പിന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ശ്രദ്ധയോടെ നമ്മുടെ ആ മനസ്സിനെ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ നിമിഷത്തിൽ നിന്ന് നിരീക്ഷണം ചെയ്ത് അങ്ങനെ തിരിച്ചറിയണം ഏത് നിലയിലാണ് നമ്മുടെ ഈ ജീവാത്മാവ് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ അശ്രദ്ധയിൽ അതിലും ശ്രദ്ധ വേണം. അപ്പൊ കുറച്ചുകൂടെ ഈ പിന്നെ പരിഹാരത്തിന് മൂർച്ച കൂടണമെങ്കിൽ അതുകൂടെ വേണം. അതുപോലെ നമ്മുടെ അശ്രദ്ധയിൽ ശ്രദ്ധ വേണം. മൈൻഡ്ഫുൾനെസ് ശ്രദ്ധ വളർത്തും. ശ്രദ്ധ എവിടെയാണോ അവിടെ ആയിരിക്കും നാം നിലനിൽക്കുന്നത്. സ്വന്തം ജീവിതം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ എവിടെ ശ്രദ്ധിക്കുന്നു എന്ന്. നമ്മള് ഇപ്പം ഈ മനോവൈകല്യമുള്ള ആ മോളത്തെ കേസ്, അങ്ങനത്തെ ഉള്ള വൃത്തിയുടെ കാര്യം ആ തലത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുമ്പം അത് തന്നെയാണ് ഒരു എവിഡൻസ് നമ്മൾ ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോ നമ്മൾ തന്നെ നമ്മളെ പിന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. വേറെ ആരും അതിനെ ഇത് ചെയ്യണ്ട. നമുക്ക് തന്നെ ആ നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കുവാണെങ്കിൽ വി ക്യാൻ സേ വേർ വി ആർ. പിന്നെ നമ്മൾ എവിടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, മൈൻഡ് ലെവലിലാണോ? മൈൻഡ് ലെവൽ അല്ലെങ്കിൽ മറ്റേ തലത്തിലാണെങ്കിൽ ഡീപ്പ് സൈലൻസ് വേണം. നിരീക്ഷകനാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, സൈലൻസിന്റെ ഇതില് ആണെങ്കിൽ. ഇപ്പൊ മനോനിയന്ത്രണത്തിന്റെ അപ്പൊ അടുത്ത പാരഗ്രാഫ്. അപ്പൊ ശ്രദ്ധയും വേണം, അശ്രദ്ധയിലുള്ള ശ്രദ്ധയും വേണം. പിന്നെ അടുത്തത് പറയുന്നത് ഈ മനോനിയന്ത്രണത്തിന്റെ പിന്നാലെ പോകുന്നതിനെക്കാട്ടിൽ പ്രസന്റിൽ ഉള്ള കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. കാരണം മനോനിയന്ത്രണം വേണമെങ്കിൽ നമ്മള് നിരീക്ഷകൻ നോക്കണം. പിന്നെ ഇത് ശമിച്ചോ ഇല്ലയോ, ആ രീതിയിൽ നമ്മൾ അങ്ങനെ പോകുന്നേക്കാൾ നല്ലത് മറ്റേ ഓപ്ഷൻ പ്രസന്റിൽ നിന്നെല്ലാം ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ട് അവിടെ പിന്നെന്താണ് അതിന്റെ പിന്നെ വേലിക്കേറ്റോ അതിന്റെ ആ ഡെൻസിറ്റി തോട്ട്സിന്റെ കുറയും. അങ്ങനെ സംഭവിക്കുമ്പം പിന്നെ നമ്മുടെ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണ്ട. നമ്മള് എത്രത്തോളം ആയെന്ന് ആ രീതിയിൽ നമ്മൾ അതിന് പോകണ്ട, അതങ്ങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനോശുദ്ധിക്കും പിന്നെ പരസ്പര ശുദ്ധിയിലും ശ്രദ്ധ ഡയറക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് ഇഷ്യൂ ആണോ നമ്മുടെ ഉള്ളിൽ നമ്മളെ പിന്നെ മനോതലത്തിൽ നിർത്തുന്ന അതിൽ ഈ നിമിഷത്തിൽ ഏർപ്പെടണം. ഈ നിമിഷത്തിൽ പ്രവർത്തിച്ച് ഒരു സാധകന്റെ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സാധകന്റെ നിരീക്ഷണം കൂടുന്നു. അങ്ങനെ ഉള്ളവർ സമയം അനാവശ്യമായി പാഴാക്കാതെ ഓരോ പ്രവൃത്തിയിൽ പ്രസന്റിൽ നിൽക്കുമ്പോൾ അനിയന്ത്രിത ചിന്തകൾ വരില്ല. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഗുരുജി പറയുന്നുണ്ട്, രണ്ടു ചിന്തകൾ, അതായത് മനസ്സിന്റെ ശബ്ദങ്ങളുടെ ഇടയിൽ ഉള്ള ഇടവേള, അത് മൗനമാണ്. അത് നമ്മൾ സാധക് എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു ഞാനിവിടെ ഒന്ന് ചിന്തിച്ചു. അപ്പൊ എങ്ങനെയാണ് അത് സെൻസ് ചെയ്യുന്നത്? അപ്പൊ ഇതായിരിക്കും നമ്മുടെ മാർഗം. ചിന്തകൾ എത്രത്തോളം നമ്മളെ അലട്ടുന്നു, ചിന്തകളിലെ ഒട്ടൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയുവാണെങ്കിൽ
അതാണ് ആ മൗനത്തിന്റെ ഒരു ഗ്യാപ്പ്. അത് നന്നായിട്ട് തോട്ട്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് കൂടുന്നു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും. കാരണം ഇന്റലിജൻസും മൈൻഡും ആണുള്ളത്. ആ പിന്നെ ശുദ്ധബോധം ആയിട്ടില്ല. അപ്പൊ സെൻസ് ചെയ്ത് നമുക്ക് മൗനം എത്ര ഉണ്ട് എന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അതിന് ഇൻഡയറക്റ്റ് എവിഡൻസ് ആ തോട്ട്സിന്റെ എണ്ണം കുറയുന്നത്, അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കൂടിയിട്ടുണ്ടോ എന്ന് അറിയാന്. ദാറ്റ് ഈസ് നോട്ട് പേയിങ് തോട്ട്സ് ടു നോട്ട് പേയിങ് അറ്റൻഷൻ ടു തോട്ട്സ്. അത് ശരിക്കും നടക്കുന്നുണ്ടെങ്കിൽ തുര്യാവസ്ഥ കുറച്ചു, അതായത് മൗനം കുറച്ചുകൂടെ അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും. അപ്പൊ അത് നമ്മുടെ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞത്. അതറിയില്ല, നമുക്ക് ഗുരുജിയോട് ചോദിക്കാം ശരിയാണോ. മനോതലത്തിൽ, അപ്പൊ ലാസ്റ്റ് പാരഗ്രാഫിലും മനോതലത്തിൽ നിലനിൽക്കുമ്പോൾ അസ്വസ്ഥവാനിൽ റെസ്റ്റ്ലെസ്, ചിന്ത അലട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിൽ സ്നേഹമില്ല. അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ തേടും. അങ്ങനെ സ്നേഹം അഭിനയിക്കുന്നവരുടെ പിടിയിൽ കുടുങ്ങും. എന്നാൽ ഉള്ളിൽ പ്രണയം അറിഞ്ഞവൻ പ്രണയം തിരയുകയില്ല. പ്രകൃതിത സ്നേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പൊ മനസ്സ് മൗനം ആകുമ്പോൾ, മൗനം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അതായത് ചിന്തയുടെ ഒട്ടൽ കുറയുമ്പോൾ, or not troubled by thoughts, അങ്ങനെ വരുമ്പം പ്രണയത്തിന് സാധ്യത ഉള്ളൂ. പ്രണയം എന്നാൽ ലാസ്റ്റിൽ ഗുരുജി പറയുന്നത് അതും ശ്രദ്ധിക്കണം. പ്രണയം എന്നാൽ സത്തയിലേക്കുള്ള ശ്രദ്ധയാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ പോകണം. നമുക്ക് പിന്നെ ആ സത്ത നമ്മളെ എൻറ്റർ ചെയ്യാൻ അനുവദിക്കണം. അപ്പൊ ഇത് നമ്മൾ അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പ്രണയം പക്ഷെ പ്രണയം എന്നാൽ സത്തയിലേക്ക് ഉള്ള ശ്രദ്ധയാണ്. അതാണ് നമ്മൾ ഒരു കാര്യോട് ഡിസ്കസ് ചെയ്യേണ്ട ഗുരുജിയോട്. അതൊന്നും മറ്റേത് എങ്ങനെയാണ് നമ്മൾ അവെയർ ആകുന്നത് അബൌട്ട് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു തോട്ട്സ്. തോട്ട്സ് തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോ അത് എങ്ങനെയാണ് രണ്ട് തോട്ടിന്റെ ഇടയ്ക്ക് ഉള്ളത് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അത് പിന്നെ ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? ആ നിരീക്ഷകൻ ഷാർപ്പ് അല്ലെങ്കിൽ എങ്ങനാ? അങ്ങനൊക്കെ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ പിന്നെ അതിലോട്ടൊന്നും കുടുങ്ങാതിരിക്കുന്നെങ്കിൽ ഈ ഒരു മാർഗമേ ഉള്ളൂ. ചിന്തയുടെ വേലികയറ്റം അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ കയറി വരരുത്. ഒരു സൈലന്റ് മോഡിൽ അങ്ങ് നിൽക്കുക. അത് അങ്ങനെ പറ്റുമെങ്കിൽ അതായിരിക്കും അതിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ചിന്തിക്കാം. അതുകൂടെ ഗുരുജിയോട് ചോദിക്കണം. 2 ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഹരിയോം. ഹരിയോം. ഹരിയോം ജി. അപ്പം ഇതില് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും എന്നിൽ ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് എന്നെ കുറിച്ച് തന്നെ പറയാം. അതിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളും എനിക്കുണ്ടായിരുന്നു. മടി, വൃത്തിയില്ലായ്മ, ചിട്ടയില്ലായ്മ, ഇതെല്ലാത്തിലും കൂടി തന്നെയാണ് കടന്നു വന്നത്. കഴിഞ്ഞൊരു സത്സംഗത്തിൽ പറഞ്ഞല്ലോ, ചിതറിയ ചിന്തകളിലൂടെ ജീവിച്ചവനാണ് ഞാൻ. ഫുൾ സ്കാറ്റേർഡ് ആണ് മനസ്സ്. ആ ചിന്തകളും ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു ലൈഫാണ്. കാരണം ഒരു ചിന്ത വരുന്നു, അതിന്റെ പുറകെ പോകുന്നു, അടുത്തത് അത് പൂർത്തിയാക്കും തന്നെ അടുത്ത ചിന്ത വരുന്നു, അതിന്റെ കൂടെ പോകുന്നു. അപ്പം ഒന്നിലും ശ്രദ്ധയില്ലാതെ, ഒരു അടുക്കും ചിട്ടയില്ലാതെ, ഒരു ലക്ഷ്യവും ഇല്ലാതെ യാത്ര ചെയ്തുകൊണ്ട് മനസ്സിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ചിതറിയ ചിന്തകളുള്ള മനസ്സിനെ
മറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് ഒരു സ്പിരിച്വൽ ഇമേജ് എനിക്ക് കൊടുത്തു. ഞാനൊരു ഭക്തനാണ് എന്ന് പുറത്താളെ അറിയിച്ചു. പുറത്തുള്ളവർ നോക്കുമ്പോൾ അങ്ങനെ കാണുള്ളൂ. എന്നാൽ എന്റെ ഉള്ളിലെ മനസ്സിന്റെ ആ ചിതറിയ ചിന്തകൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് പുറമെ ഞാനൊരു മാസ്ക് ഇട്ട് നടന്നു. സ്പിരിച്വൽ ആണ് എന്നുള്ളൊരു മാസ്ക് ഇട്ട്, ഒരു ഭക്തനാണ് എന്നുള്ളൊരു മാസ്ക് ഇട്ട് നടന്നു. അപ്പം ആ ശ്രദ്ധയില്ലായ്മയും ചിതറിയ ചിന്തകളും എന്തുകൊണ്ടാണ് ഉണ്ടായത്? ശരിയായ ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ശരിയായ ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് സമയം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസോ നമ്മുടെ ഈ നിമിഷത്തെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ മനസ്സ് എങ്ങനെ കൊണ്ടുപോകുന്നു അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു. കാരണം കാഴ്ചപ്പാടില്ല, ശരിയായ കാഴ്ചപ്പാടില്ല, ലക്ഷ്യമില്ല, അറിവില്ല, ഒന്നുമില്ല. അപ്പോ പിന്നീടാണ് ഒരു സാധനയിലേക്ക് വരികയും ഔദ്യോഗികമായിട്ട് പരിചയപ്പെടുകയും എല്ലാം ചെയ്യുന്നത്. അപ്പം അപ്പോഴും ഈ മനസ്സ് തന്നെയാണുള്ളത്, ചിതറിയ ചിന്തകളോടുകൂടിയ മനസ്സ് തന്നെയാണുള്ളത്. അപ്പം ഒരു കാര്യം ബോധ്യമായത്, ഇതല്ല, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതല്ലോ എന്നുള്ളൊരു തോട്ടുള്ളിൽ വന്നത് കൊണ്ടാണ് ഗുരുവുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ പിന്നെ ഈ മനസ്സിനെ വൃത്തിയാക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഗുരുവിനോട് പറയുന്നത്, ഞാൻ എന്റെ മനസ്സിനെ തരാം, വൃത്തിയാക്കിയിട്ട് തിരിച്ചു തരൂ എന്ന് അവർ ചോദ്യം അപ്പോഴും ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി മനസ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഗുരുവിനോടൊപ്പം നിന്നു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ കൊടുത്തു, ഗുരുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് വൃത്തിയാക്കാൻ വേണ്ടി കൂടെ നിന്നു. അപ്പോഴും ഗുരു ചെയ്യിപ്പിച്ചത്, ഗുരു അല്ല വൃത്തിയാക്കിയത്. ഗുരു എന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്യണം, അടുക്കും ചിട്ടയില്ലാത്ത കാര്യങ്ങളെല്ലാം ഗുരു പറഞ്ഞു തന്നുകൊണ്ട് ഒരു ഉപകരണമായി ഗുരു മുകളിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വൃത്തിയാക്കാൻ കൂടെ നിന്നു, അതിന് നമ്മൾ നിന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പതുക്കെ പതുക്കെ ഒരു ഒരു വീക്ഷണം വരികയായിരുന്നു. നമ്മളിപ്പോ ഒരു മുറിയിൽ താമസിക്കുന്നു. അപ്പൊ മുറിയിൽ പല പല സാധനങ്ങളുണ്ടാവും. അതിൽ നമുക്ക് വേണ്ടതുണ്ടാവും, വേണ്ടാത്തതുണ്ടാവും. പൊടി പിടിച്ച് കിടക്കുന്ന മുറിയാണെങ്കിൽ നമ്മൾ അതിനെ വൃത്തിയാക്കുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ പെട്ടെന്ന് വൃത്തിയാക്കാനാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സാധനം അതുപോലെ വെച്ചിട്ട് ബാക്കിയെല്ലാം വൃത്തിയാക്കും. അപ്പം പൊടി അതിൻ്റെ ഇടയിലുണ്ട്, നമ്മൾ മാറ്റാത്ത സാധനങ്ങൾക്കിടയിൽ പൊടി കിടപ്പുണ്ട്. പക്ഷെ അത് നമ്മൾ പെട്ടെന്ന് ഒരു മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തൂത്ത് നമ്മുടെ ജോലി തീർക്കാൻ എന്നുള്ള രീതിയിൽ വെറുതെ കാട്ടിക്കൂട്ടൽ പോലെ ചെയ്യും. പക്ഷെ അത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവിടെ വൃത്തിയാക്കേണ്ടതൊന്നും വൃത്തിയായിട്ടില്ല, കിടപ്പുണ്ട് അവിടെ. അപ്പം അതെല്ലാം കാണിച്ചു തരികയായിരുന്നു ചെയ്തത്. എങ്ങനെ നീ വൃത്തിയാക്കണം, നിനക്ക് വേണ്ടാത്തതിനെ അവിടുന്ന് മാറ്റ്, എന്നിട്ട് വേണ്ടതുള്ളതിനെ മാത്രം അവിടെ ഒരു സ്ഥലത്ത് അടുക്കി വെക്കും. അപ്പം വേണ്ടതും വേണ്ടാത്തതിനെ എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞാലും ചില സാധനങ്ങൾ നമ്മൾ വിടില്ല, അവിടുന്ന് മാറ്റില്ല. അത് ആ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട്, ആ സാധനങ്ങളോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചേ. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, എന്നാലും ആ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വിടില്ല. പിന്നെയും കുറെ കഴിയുമ്പോഴാണ് അത് നമുക്കൊരു ഉപദ്രവമായിട്ട് വരുമ്പോ, അല്ലെങ്കിൽ നമുക്കവിടെ അതിന്റെ ആവശ്യമില്ലാതെ നമുക്ക് വീണ്ടും കുറച്ചും കൂടി ബോധ്യമാവുമ്പോ അതിനെ നമ്മൾ കളയും. അവിടെ അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങള് ചെയ്യിപ്പിച്ച് വൃത്തിയാക്കി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വേണ്ടതും വേണ്ടാത്തതിനെയും ഇതെല്ലാം ചെയ്യിപ്പിച്ചു. മാറ്റേണ്ടതിനെ മാറ്റണം, പിടിച്ചുകൊണ്ടിരുന്നാൽ അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നെല്ലാം തിരിച്ചറിയിപ്പിച്ചു തരുന്നത്. അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് വരുമ്പോഴാണ് ഒരു സാധകന് അവസാനം മനസ്സ് എന്താവും, ഒരു സന്തോഷം തോന്നും. നമുക്ക് ഇപ്പോഴത്തെ മുറി ഭയങ്കര ക്ലീൻ ആവും, കാരണം നമുക്ക് വേണ്ടാത്തതൊന്നും ഇല്ല അവിടെ. അതാണ് ഒരു സാധകന്റെ ധ്യാനാത്മക മനസ്സെന്ന് പറയുന്നത്. അവിടെ അവൻ ഭയങ്കര കാമായിട്ടിരിക്കും. അപ്പൊ എന്തു പറ്റും? അവന് ഈ വൃത്തിയാക്കാൻ സഹായിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിനോടെല്ലാം സ്നേഹം വരും.
ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം അവനെ ആ മുറിയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സഹായിച്ചത് അതൊക്കെയാണ്. അത് എന്തൊക്കെയാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം? അത് അവന്റെ ഗുരുവിന്റെ റൈറ്റിങ്സ് ആണ്, ഗുരുവാണ്. കാരണം അതിലൂടെയാണ് അവനെ വൃത്തിയാക്കിയത്. അതിനെ മനനം ചെയ്താണ് അവൻ അവിടെ സ്വസ്ഥമായിട്ട് അവന്റെ മനസ്സിനോടൊപ്പം ഇരിക്കാൻ സാധിച്ചു. മനസ്സുണ്ട് അപ്പോഴും, എന്നാൽ ആ മനസ്സിന്റെ ശബ്ദകോലാഹലങ്ങളെല്ലാം നിർത്തി കുറച്ച് കൊണ്ടുവന്ന് അവനെ അവിടെ സ്വസ്ഥമായിട്ട് ഇരുത്താൻ സഹായിച്ചത് ഈ ഗുരുവിന്റെ റൈറ്റിങ്സുകളൊക്കെ ആയിരിക്കും. ഗുരുവും ഗുരുവിന്റെ റൈറ്റിങ്സ്. അവൻ അതിനോട് എന്ത് തോന്നും? സ്വാഭാവികമായിട്ടും ആത്മാർത്ഥത തോന്നും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നും, അവിടെ സ്നേഹം ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിലോ അവനെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ശരിയല്ലേ? അപ്പം മനസ്സ് പൂർണ്ണമായിട്ട് വൃത്തിയാകുമ്പോ അവിടെ അവന് സന്തോഷത്തോടെ താമസിക്കാൻ പറ്റും. അവനിൽ അസ്വസ്ഥത വരുത്താൻ അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ശൂന്യമായിട്ടുള്ള മനസ്സില് ശൂന്യമായ ചിന്തകളായിരിക്കും ഒഴുകുന്നത്. ആ ഒഴുക്ക് അവനെ പ്രേമസാഗര തീരത്തിലെത്തിക്കും. എന്നിട്ട് പ്രണയവുമായിട്ട് ലയിപ്പിക്കും. പ്രണയം എന്നാൽ എന്താണ്? അവന്റെ ഉന്മ തന്നെയാണ്, ആ ശുദ്ധബോധം തന്നെയാണ്, ആ ഗുരു തന്നെയാണ് പ്രണയം. അതിലേക്ക് അവനെ അതായിട്ട് മാറ്റും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ബാലുജി ഇവിടെ പങ്കുവച്ച അനുഭവങ്ങള് ഏതാണ്ട് അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്നത്തെ ഈ പുസ്തകത്തിലെ ശൂന്യതയിൽ രണ്ട് കാര്യങ്ങളാണ് കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ശുചിത്വം, രണ്ടാമത് ശ്രദ്ധ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഓരോ പോയിന്റ് പങ്കുവെക്കാണ്. അതായത് ആദ്യമായിട്ട് സാധകൻ ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളത്, ഇതുവരെ നമ്മൾ അടുക്കും ചിട്ടയില്ലാതെ പോയി, ഇനി ചെയ്യാനുള്ളത് ഒന്ന്, സാധകൻ അവന്റെ മനസ്സിനെ അടുക്കും ചിട്ടയോടും കൂടി ശുചിയാക്കി സൂക്ഷിക്കണം. അതിനായി രണ്ട് കാര്യങ്ങൾ ചെയ്യാം. സാധനാ പുരോഗതിക്കുള്ള ഗുരുവചനങ്ങൾ, ചിന്തകൾ, അറിവുകൾ എന്നിവ മാത്രം മനസ്സിൽ അടുക്കി വെച്ച് അനാവശ്യമായ ചിന്തകൾ, അഹം, വാസനകൾ എന്നിവയെ അപ്പോൾ തന്നെ ഒഴിവാക്കുക. രണ്ടാമത്തത്, സമയം കണ്ടെത്തി ആത്മവിചാരം ചെയ്ത് വീണ്ടും വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ ഒഴിവാക്കുക. ആത്മവിചാരം ചെയ്യുവാൻ വേണ്ടി നമ്മൾ സമയം എങ്ങനെ ചെലവഴിക്കുന്നു, അത് നമുക്ക് ഗുണകരമാണോ ഇല്ലെങ്കിൽ ആ സമയം നമുക്ക് വീണ്ടും ആത്മവിചാരത്തിന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത് കുറക്കാൻ പറ്റും. അതാണ് ഗുരുജി പറയുന്നത്. ഇനി രണ്ടാമത്തേതിൽ കിടക്കാം. അതായത് ഒരു സാധകന്റെ മനസ്സിന് അടുക്കും ചിട്ടയും ഉണ്ടായാൽ അത് അവന്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം പ്രതിഫലിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, വാക്കുകൾ ഒതുക്കത്തോടെ ഉപയോഗിച്ച് മറ്റുള്ളവരോട് സംഭാഷണം നടത്തുവാൻ കഴിയും. അവന്റെ സാധനയും മറ്റ് കർമ്മങ്ങളും കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് പൂർണ്ണതയോടെ ചെയ്യുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ മുറികളും പരിസരവും അടുക്കും ചിട്ടയോടെ വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ഒരു മനസ്ഥിതി കൈവരും. ആ മനസ്ഥിതി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായി ആ വൃത്തിയെ കുറിച്ച് ബോധവാന്മാരാകും. ചുറ്റുമുള്ള പരിസരവും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കും. മുറിയും എല്ലാം അടുക്കും ചിട്ടയോടെ സൂക്ഷിക്കും. അതിൽ നിന്നുള്ള അനാവശ്യമായ എന്തൊക്കെയാണോ അതൊക്കെ ഒഴിവാക്കും. അതുപോലെ തന്നെ മനസ്സിലും നേരത്തെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഒഴിവാക്കണം നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അവന്റെ പെരുമാറ്റത്തിൽ കൃത്രിമം ഉണ്ടാവില്ല. മനസ്സിന് അടുക്കും ചിട്ടയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ വീടും പരിസരവും വൃത്തിയാവുന്നത് പോലെ തന്നെ അവന്റെ പെരുമാറ്റവും വൃത്തിയായിരിക്കും, കൃത്രിമത്വം ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, മനോഹരമായ ഒരു അന്തരീക്ഷം അടുക്കും ചിട്ടയോടെ ഒരുക്കി അതിൽ മനോപൂർണതയോടെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ധ്യാനം സംഭവിക്കുന്നു. മനോഹരമായ ഒരു അന്തരീക്ഷത്തില്,
അതിനൊരു എക്സാമ്പിള് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ നേരിട്ട് കാണാത്തതാണ്, എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പറയുകയാണ്. മിറ്റുമി ധ്യാന സെന്ററിൽ നടത്തുന്ന ബ്രഹ്മഗുരു ഫെസ്റ്റിവൽ ഞാൻ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് കൂടുതൽ പറയാൻ എനിക്കുള്ള യോഗ്യതയില്ല. എന്നാലും അതിന് 2 സന്ദേശങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഗുരുജി അത് വളരെ അടുക്കും ചിട്ടയോടെ ഓരോ സാധനങ്ങളും കൃത്യമായി വെച്ച് അത് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്ഥിതിയോടൊപ്പം പരിസ്ഥിതിയും സഞ്ചരിക്കുന്നു. അതായത് മനസ്സിന്റെ ഉള്ളിൽ അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള പരിസരവും പരിസ്ഥിതിയും അടുക്കും ചിട്ടയോടെ മനോഹരമായി വെക്കാൻ സാധിക്കും. അത് കൂടാതെ ഇനി ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ഈ ബ്രഹ്മഗുരു ഫെസ്റ്റിവലിൽ തന്നെ കാഴ്ചകൾക്ക് പിന്നിലെ തത്വങ്ങളിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കണം എന്ന് ഗുരുജി പറയാറുണ്ട്. അപ്പം അടുക്കും ചിട്ട മാത്രം പോരാ, എന്താണോ നമ്മൾ കാണുന്നത് അതിന്റെ പിന്നിലുള്ള തത്വത്തിലേക്ക് ശ്രദ്ധ അതിലേക്ക് തിരിക്കണം. ഇനി മനസ്സ് അടുക്കും ചിട്ടയോടെ ഒതുങ്ങി നിൽക്കുമ്പോൾ ബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധകന് കഴിയുന്നു. ബോധം ജീവാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ജീവാത്മാവ് സത്തയെ മാത്രം ശ്രദ്ധിക്കുന്നു. നിരീക്ഷകൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ 3 തലത്തിലുണ്ട്. മനസ്സിനെ നിരീക്ഷിക്കുന്ന ബോധം, ബോധത്തെ നിരീക്ഷിക്കുന്ന ആത്മാവിനെയും എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന ആ പരമമായ സത്ത. ഇനി അടുത്തത്, ഈ സാധകൻ ഗുരുവചനങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതാണ് അവന്റെ സമർപ്പണം. അതിനുവേണ്ടി അവൻ എന്ത് കഷ്ടപ്പാടുകൾ സഹിക്കാനും തയ്യാറായിരിക്കും. ഇനി അടുത്തത്, സാധകൻ ശ്രദ്ധയിൽ നിലനിൽക്കുമ്പോൾ അവനിൽ ആത്മജ്ഞാനവും നിലനിൽക്കുന്നു. അപ്പോൾ അവന്റെ സാധനാ ജീവിതം ഗുരുകൃപയാൽ അർത്ഥപൂർണമായി മാറുന്നു. കാരണം അവന്റെ മനസ്സിൽ ശബ്ദങ്ങൾ നിലയ്ക്കുന്നു. നിശബ്ദതയിൽ സത്ത ബോധത്തിലേക്ക് അടുക്കുന്നു. അവിടെയാണ് ആ പ്രണയം എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സത്തയെ ശ്രദ്ധിക്കുമ്പോൾ സത്ത ബോധത്തിലേക്ക് അടുക്കുന്നു. അപ്പോൾ അവൻ സ്നേഹത്തെ പുറമേ തേടുന്നില്ല. ഇത്രയുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹരിയോ ഹരിയോ. ഞാൻ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ കണക്കത്തെ ഡെപ്തിൽ പറയാൻ നമുക്കറിയില്ല, എങ്കിലും നമ്മൾ എൻ്റെ ഒരു ജീവിതമായിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. കാരണം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഗുരുജി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യണം. ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കുന്നത്, വീടിൻ്റെ അകം വൃത്തിയാക്കുന്നത്, ഭക്ഷണം വയ്ക്കുന്നത്, തുണി കഴുകുന്നത്, എൻ്റെ ജോലി സ്ഥലത്തെ കാര്യങ്ങളായാലും എല്ലാം. അപ്പം പ്രാക്ടിക്കലി എന്നെ ഗുരു ട്രെയിൻ ചെയ്ത് എടുക്കുമായിരുന്നു. ഇപ്പം ഞാനിത് കാണുമ്പം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ എഴുതിയ വാക്കുകളിൽ കൂടെ എൻ്റെ ജീവിതം കൊണ്ടുപോയി. അപ്പം അദ്ദേഹം ചെയ്തെന്ന് പറയുന്നത്, ഗുരുജി ഇത് പറഞ്ഞത്, ചിന്തകളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം നിന്റെ സമയം പാഴാക്കാതിരിക്കുക. ആ സമയത്തെ നിങ്ങൾ എത്രമാത്രം വില കൽപ്പിച്ച് ഒരു സമയവും നിങ്ങൾ പാഴാക്കാതെ നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്കും പഠിക്കേണ്ട കാര്യമില്ല. നീ ആ മൈൻഡ്ഫുൾനെസ്സിൽ തന്നെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതായത് കർമ്മയോഗികൾ, ശരിക്കും ആ ഒരു കർമ്മയോഗത്തിൻ്റെ ഒരു അവസ്ഥയാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. നമ്മൾ
ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഈ ചെയ്യുന്ന ആ നിമിഷം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഗുരു വീണ്ടും പറയുന്നത്. നീ ഈ നിമിഷത്തിൽ നിന്നാൽ ഈ നിമിഷം മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി പോകുന്നു. അപ്പം ആ നിരീക്ഷണം, ആ ആത്മനിരീക്ഷണം എങ്ങനെയാണോ ഒരു രോഗിയെ ഒരു വൈദ്യൻ എങ്ങനെയാണോ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുമ്പോൾ നിരീക്ഷിക്കുന്നത്, ആ ഒരു ജാഗ്രത അവസ്ഥ നിന്നിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നീ ചെയ്യുന്ന കർമ്മത്തിൽ സദാ നീ ഏകാഗ്രതയോടെ ഇരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എൻഗേജ്ഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ചിന്തകളെ നിരീക്ഷിക്കുക. പലപ്പോഴും നമ്മുടെ തന്നെ അനുഭവത്തിൽ വന്നിട്ടുള്ളതായിരിക്കും. നമ്മൾ എന്താണ് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ the amount of creative work we would be able to do would be unimaginable ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് അവിടെ തോട്ട്സ് ഇല്ല. എപ്പോഴും ഗുരുജി പറയുന്നുണ്ട്, തോട്ട്സിൽ കൂടെയാണ് നിന്റെ എനർജി വേസ്റ്റ് ആവുന്നത്. അപ്പോൾ തോട്ട്സ് ഇല്ലാതെ വരുമ്പോൾ എന്താണ്, നീ അവിടെ നിൽക്കുന്നത് ശരിക്കും ആ തുര്യാവസ്ഥയിലാണ്. നമ്മൾ തന്നെ അറിയാതെ ആ മൈൻഡ്ഫുൾനെസ്സിലാണ് നമ്മൾ സദാ നിൽക്കുന്നത്. ശരിക്കും നമ്മൾ ഗുരുജിയെ നമ്മൾ നിരീക്ഷിച്ച കഴിഞ്ഞാൽ ഗുരുവിനൊക്കെയുള്ള സമയത്ത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, എല്ലാവരും അത്രയും മാത്രം ഒരു ജാഗ്രത അവസ്ഥയിൽ ആ പ്രസൻറ്റിൽ നിൽക്കുമ്പം നമുക്ക് ഉള്ള ആ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയും ഊർജം എവിടെ നിന്ന്. അപ്പം നമ്മൾ ആ ഗുരുവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെയാവാം സകലത്തിലും. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മൾ മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അനാവശ്യമായി ഒരു വസ്തു പോലും മാറിയിരിക്കുന്നത് കാണില്ല. അനാവശ്യമായി അവിടെ ഒരു പേപ്പറോ എന്തെങ്കിലും ഒരു സാധനം, കാരണം ഓരോ ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ തന്നെ ഗുരുജി ഇപ്പം ഒരു പാത്രം കഴിക്കാതെ തന്നെ അതിൻ്റെ ക്ലെൻലിനെസ് കഴിക്കാതെ തന്നെ അടുത്തത് മാറ്റുന്നത്. കാരണം അദ്ദേഹത്തെ നിരീക്ഷിച്ചാൽ തന്നെ സകല പ്രവർത്തികളിലും ആ അടുക്കും ചിട്ടയും വൃത്തിയുമുണ്ട്. ശരിക്കും ഗുരു നമ്മളിൽ കൂടെ നിന്ന് നമ്മളെ ജീവിതം കാണിച്ചു തരികയാണ്. ഞാനിത് പറയുന്നത് നമ്മൾ നേർക്കാഴ്ചകൾ കൊണ്ട് ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. അപ്പം അത് തന്നെയാണ് നമ്മൾ ജീവിതത്തിലും പകർത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയും, നമ്മുടെ ഈ അഭിനയങ്ങളെല്ലാം നമ്മൾ കുറയും. കാരണം നമ്മൾ സദാ ഉള്ളാലെ നമുക്കൊരു വൃത്തി വരും, അത് അറിയാതെ തന്നെയായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ നമുക്ക് പറ്റുക ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ ഒരു ചിന്തകൾ കൊണ്ട് ആരോപിക്കലോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ കാണേണ്ടത് കാണുന്നതിനെ കാണേണ്ട വിധത്തിൽ കാണുന്നു. ഒരു ആരോപണങ്ങളും ചിന്തകൾ കൊണ്ട് ആരോപണങ്ങൾ കൊടുക്കാതെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിൽ വർക്ക് ചെയ്യുന്നത് സത്ത തന്നെയാണ്, നമ്മളിൽ നിലനിൽക്കുന്നത് സത്ത തന്നെയാണ്. ആ സത്ത തന്നെയാണ് നമ്മുടെ ഉള്ളിലെ പ്രണയവും. അപ്പം ആ പ്രണയമുള്ളവർക്ക് ആ പ്രണയമുള്ള അവസ്ഥ തന്നെയാണ് ധ്യാനം. ആ ധ്യാനം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സത്ത. അത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹരിയോം ജി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ഗുരുജി നമ്മൾക്ക് തന്നിരിക്കുന്ന വിഷയം ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം. ശ്രദ്ധയുള്ളതിന് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നതിനെ ആസ്പദമാക്കി തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധകനായാലും സാധാരണക്കാരനായാലും അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് അവൻ തന്നെയാണ്. അവനിൽ അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അവന് ഒരാശ്രയത്വം സ്വീകരിച്ച് അത് നിവർത്തീകരിക്കാവുന്നതാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും
ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം, ഞാൻ എപ്പോഴും നീഡ്സ് ആൻഡ് നെസസിറ്റി എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ആവശ്യം, അത്യാവശ്യം. അപ്പൊ നമുക്കൊരു പ്രയോറിറ്റി ബേസ് ഉണ്ടാവണം തീർച്ചയായിട്ടും ലൈഫിൽ. ആവശ്യമുള്ളത് മാറ്റിവെക്കാം, അത്യാവശ്യമുള്ളത് ആദ്യം ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും അപ്പോൾ മാത്രമാണ് ഗുരുജി പറയുന്ന ആ വാക്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ ബേസിക്കലി ഒരു സാധകൻ ചിന്തിക്കേണ്ടത്. സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിവർത്തനത്തിന് വിധേയമാണ്. ഇന്ന് കാണുന്നവനല്ല നാളത്തെ സാധകൻ. അവൻ നിരന്തരം അവനെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, അവന്റെ എല്ലാ പ്രവൃത്തികളും. അപ്പോൾ അവിടെയാണ് നമ്മുടെ അത്യാവശ്യമുള്ള ചിന്തകൾ വരട്ടെ. അത്യാവശ്യമുള്ള ചിന്തകളെ പറ്റി ചിന്തിക്കാം, അല്ലെ അത്യാവശ്യമുള്ള കർമ്മങ്ങൾ ആദ്യം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പ്രയോറിറ്റി ബേസിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ അറിയാതെ തന്നെ അടുക്കും ചിട്ടിയും വന്നു ചേരും. കാര്യം നമ്മൾ പ്രസന്റിൽ നിന്നുകൊണ്ട് ഓരോന്നിനെയും നോക്കി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പ്രതിഫലിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള വികാസം. അപ്പൊ ഒരു സ്റ്റോറി ഞാൻ പറയാം. ഒരു ഗുരുകുലത്തിൽ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ മുറികൾ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ റൂം നിറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അപ്പം അതിലും വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ചിലര് പോയി ചന്തയിൽ പോയി വേസ്റ്റ് വാങ്ങിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തു. ചിലര് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ മാത്രം അവിടെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം അപ്പൊ അവനോട് ചോദിക്കുന്നത്, നീ ഒന്നിനും പോകുന്നില്ലേ മറ്റുള്ളവര്? അപ്പൊ അവൻ ചെയ്ത് ഒരു വിളക്ക് കത്തിച്ച് ആ റൂമിൽ വെച്ചിട്ട് ഒരു ചന്ദനത്തിനെയും കൂടെ കത്തിച്ചു വെച്ചു. അപ്പൊ ആ റൂം മൊത്തം ദീപത്തിന്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. ചന്ദനത്തിന്റെ സുഗന്ധം കൊണ്ട് ആ റൂം വളരെയധികം സുഗന്ധപൂരിതമായി. അപ്പോൾ ഇത് നോക്കി കാണാമെന്ന് ഗുരു പറഞ്ഞു. എന്തുകൊണ്ട് ഈ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് പോയില്ല? അവന്റെ മനസ്സിലൂടെയാണ് അവൻ നിറച്ചത്. നിങ്ങൾ പുറമേ ഉള്ള വസ്തുക്കളെയാണ് അന്വേഷിച്ചത്. ഉള്ളിൽ നിറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനെ ശൂന്യമാക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ശരിക്കും ഗുരുജി ഈ തന്നിരിക്കുന്ന ആ ഒരു ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധനയിലും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം ചിതറിക്കിടക്കുന്ന ചിന്തകളും തകർന്ന അല്ലെങ്കിൽ പൊട്ടാൻ വെമ്പിരിക്കുന്ന മനസ്സുമായിട്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? അവനവൻ തന്നെ അവനവനെ ഉയർത്താൻ സാധിക്കുള്ളൂ. അവനവനെ ഉയർത്താനും അവൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നമ്മളിൽ മുന്നിൽ എത്തുന്ന പല പ്രശ്നങ്ങളും അത് പ്രശ്നമായിട്ട് കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടി സ്റ്റക്കാകുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെ ഏത് ലക്ഷ്യമാക്കി പോകാൻ. അപ്പൊ ലക്ഷ്യബോധം ഉറച്ച വിധത്തിന് ഒരാൾക്ക് മാത്രമേ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ സാധന പോലും കറക്റ്റായി ചെയ്തു പോകണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാക്കേണ്ടത് അടുക്കും ചിട്ടയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും വരും ഗുരുജിയൊക്കെ വന്നിട്ട്, ഗുരുജി എനിക്ക് സഹസ്രനാമം ജപിക്കണം. അപ്പൊ ഗുരുജി ഉടനെ പറയും, ആ ജപിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുരുജി പറയും, ഇത് 1 മുതൽ 100 വരെയുള്ള ആ നാമം ജപിക്കും. അപ്പൊ ഗുരുജി ഇത് ഫുള്ളല്ലേ ജപിക്കേണ്ടത്? അല്ല, നീ ഇപ്പം തൽക്കാലം 1 മുതൽ 100 വരെ ജപിക്കൂ, അങ്ങനെ പറഞ്ഞു വിടും. അപ്പൊ ഇവൻ ഒരു കുറെ ദിവസം അല്ലെ ചിലപ്പം ഒരു മാസത്തോളം 1 മുതൽ 100 വരെ ജപിച്ചിട്ട് ഗുരുജി അടുത്ത് വരും. അപ്പൊ നീ എല്ലാ ദിവസവും ജപിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇനി 100 മുതൽ 200 വരെ. അപ്പൊ 100 മുതൽ 200 അല്ല 1 മുതൽ 200 വരെ ജപിക്കണം. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യും? അവനെ ചിട്ടപ്പെടുത്തും. അപ്പൊ ഈ ആദ്യമേ തന്നെ ഞാൻ 1000 ജപിക്കാം എന്ന് പറഞ്ഞവൻ മുന്നോട്ട് ജപിക്കില്ല. അത് ഗുരുജിക്ക് അറിയാം. അപ്പൊ നമ്മളെ സാറ് പറഞ്ഞ കൂട്ട് പരിസ്ഥിതിയാണ് മനസ്ഥിതി. മനസ്ഥിതിയും പരിസ്ഥിതിയും പരസ്പരം പൂരകങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിനകത്ത് കാര്യമില്ല, എങ്ങനെ മനസ്സിലാക്കി എന്നും അതിനകത്ത് കാര്യമില്ല. നമ്മൾ ഏത് രീതിയിൽ അതിനെ സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം മനോഭാവമാണ് ഏറ്റവും വലിയ ലക്ഷ്യം.
മനോഭാവത്തിൽ മാറ്റം വരുത്താതെ ആരും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഹരിയോം ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഞാന് കൃത്യമായിട്ട് ഈ സ്കാറ്റേഡ് ആയിട്ടുള്ള തോട്ട്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. കാരണം ഗുരുജിയുടെ അടുത്ത് എത്തിയപ്പോഴേ നന്നായിട്ട് സ്കാറ്റേഡ് തോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ തോട്ട്സിലോട് എനിക്ക് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മൊത്തം കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രോബ്ലംസിന്റെ പിന്നില് ഈ സ്കാറ്റേഡ് ആയ തോട്ട്സിന്റെ അടുത്തുള്ള പ്രത്യേക തരത്തിലുള്ള അട്രാക്ഷൻ ആയിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയത്താണ് ഗുരുജിയെ കാണുന്നത്. ഞാനിപ്പോ ഒരു സാധന ചെയ്യാൻ വേണ്ടി തന്നെ പോകുന്നെങ്കിലും സാധന ചെയ്യാൻ തൊട്ട് മുന്നേ പോകുന്ന സമയത്ത് തന്നെ ബബിൾസ് പോലെ എനിക്കുള്ള തോട്ട്സ് ഇങ്ങനെ വരും. എനിക്ക് പേടിയാണ്. ഇരുട്ടത്തൂടെ പോയി ഒരു 4 പേർക്ക് എണീച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനെ പേടിയാണ്. പേടിച്ചിട്ട് പോയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഗുരുജിയുടെ അടുത്ത് ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴ് അത്ഭുതം എന്ന് പറഞ്ഞാല് എനിക്ക് അത്തരത്തിലുള്ള ആ ബബിൾസ് തോട്ട്സ് എല്ലാം അപ്രതീക്ഷോ എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ചിന്തകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് എന്റെ ചിന്തകൾ വൃത്തിയായപ്പോ എനിക്ക് എപ്പോഴും പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് കിട്ടുന്നത്. എന്റെ ചിന്തകൾ വൃത്തിയായപ്പോ ഞാൻ പണ്ട് ഒരു 8 വർഷം കൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പം അത്രമാത്രം പെയിന്റ് ഒന്നും അടിക്കാതെ ആ ഒരു രീതിയാണ്. അകത്ത് ഗുരുജി വന്ന് തോട്ട്സ് മാറിയപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി. ഞാൻ വിചാരിച്ചു എന്ത് പെട്ടെന്ന്. അപ്പം അവര് പറഞ്ഞു വീട് മാറണം. അങ്ങനെ വീട് മാറിയപ്പോ എനിക്ക് പെട്ടെന്ന് ഇനിയിപ്പോ എന്ത് പെട്ടെന്ന് എമർജൻസി ഇങ്ങനെ കുറെ വർഷം കൊണ്ട് താമസിക്കുന്ന വീടല്ലേ. പക്ഷെ പിന്നീട് ഇപ്പം ഈ ചർച്ച കേട്ടപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. എന്റെ ഉള്ളിലെ തോട്ട്സ് വൃത്തിയായതുകൊണ്ട് കുറെ കൂടെ സ്കാറ്റേഡ് കുറഞ്ഞത് കൊണ്ടും നല്ല പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയായിട്ടുള്ള ഒരു വീട്ടിലെത്തി. ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലവും അതുപോലെയാണ്. ഞാൻ പണ്ട് പഴയ ഒരു വീട്ടിലാണ്. അവിടെ നിന്ന് മാറി നല്ല പുതിയ വൃത്തിയുള്ള ഒരു ബിൽഡിങ്ങിലായപ്പം 2 സ്ഥലവും പുതിയത്. അപ്പൊ തോട്ട്സില് ആ ഗുരുജി വരുത്തിയ വ്യത്യാസം കൊണ്ട് വന്ന മാറ്റമാണ്. പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പം ഇതിലെല്ലാം ഇപ്പോഴും ഞാൻ അങ്ങനെ കൃത്യമായിട്ടൊന്നും പോകുന്നില്ല. ഈ ചർച്ച ഇങ്ങനെയുള്ള മഹാസാധകരുടെ ചർച്ചയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ കൂടി റൂംസിൽ ഞാൻ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം ഗുരുജിയുടെ ആ ഒരു അന്തരീക്ഷം വരാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുവരും. ആ മാറ്റങ്ങളോടും വരുമ്പോഴാണ് എനിക്ക് ചിന്തകൾ ഇനിയും കുറഞ്ഞ് വീണ്ടും വീണ്ടും അകത്ത് ആന്തരിക തലത്തിലേക്ക് ആ ഒഴുകല് ഗുരുജിയുടെ ആ ഒഴുകല് നടക്കുള്ളൂ. ഗിരിധർ സാറേ, നമ്മുടെ ആ നിരീക്ഷണം 3 തരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? അത് ഞാനൊരു ദിവസം ഗുരുജിയോട് ഡിസ്കസ് ചെയ്തിരുന്നു ഇത്. അപ്പം ഗുരുജി ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു മനസ്സിലായതാണ്. അതായത് നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുന്നത് നമ്മുടെ ബോധമാണ്. അപ്പൊ ബോധത്തിനെ നിരീക്ഷിക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ ഒന്ന് ശാന്തമാക്കി ഈ ചിതറിക്കിടക്കുന്ന ചിന്തകളൊക്കെ ഈ പറഞ്ഞ പോലെ അടുക്കും ചുറ്റൊക്കെ മാറ്റി സാധനയിലൂടെ ഒരു നമുക്ക് മനസ്സിനെ ഒരു ശാന്തമായ തലത്തിൽ എത്തുമ്പോഴാണ് ബോധത്തിന് അതിനെ നിരീക്ഷിക്കാൻ കഴിയുന്നത്. മനസ്സിനെ നിരീക്ഷിക്കുന്നത് ബോധത്തെ നിരീക്ഷിക്കുന്നത് എന്താ പറയാ ആത്മാവ്. അതായത് പിന്നെ ഗുരുജി പറഞ്ഞൊരു ഉദാഹരണം, ധ്യാന സെന്ററിൽ ഒരു ബൗൾ ഉണ്ടല്ലോ, ഒരു ബൗൾ ധ്യാനത്തിന്റെ ഇടയിൽ ബൗൾ ഇങ്ങനെ എണ്ണിയും അടിക്കുന്നത്. അപ്പൊ അത് ഞാൻ സംശയം ചോദിച്ച ഗുരുജാന്റെ അതെനിക്ക് അയച്ചു തന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ സാക്ഷി ഭാവത്തിൽ നോക്കുക. അപ്പൊ ആ സാക്ഷിക്കും ഒരു സാക്ഷി ഉണ്ടെന്ന്. അപ്പൊ ആ ബോധത്തിനുള്ള സാക്ഷി ആത്മാവ്, ജീവാത്മാവ് എന്നാണ്. അത് ശരി, എത്രമാത്രം ശരിയാണോന്ന് അറിയില്ല. പിന്നെ എല്ലാത്തിനെയും ശ്രദ്ധിക്കുന്നത് അതിനെയും നിരീക്ഷിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിരീക്ഷിക്കുന്നത് ആ പരമമായ സത്യം, ആ സത്തയാണല്ലോ. അത് കഴിഞ്ഞ ദിവസത്തെ ഒരു പിന്നെ ഡിസ്കഷനില് ബാലിജി ഗുരുജിയോട് സംശയം ചോദിച്ചപ്പോൾ നിരീക്ഷകന് കെയർ ഓഫ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേ കെയർ ഓഫ് ഇല്ലാത്തതായിക്കാണ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സത്തക്ക് പ്രത്യേകിച്ചൊരു മേൽവിലാസം വേണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോഴേ അതാണ് സത്തയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ സത്ത ഇങ്ങോട്ട് ഇറങ്ങി വരികയുള്ളൂ. അപ്പൊ സത്തയെ ശ്രദ്ധിക്കുന്നതാണ് പ്രണയം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്ത എല്ലാം നിരീക്ഷിച്ച് ആ ഇതില് നിൽക്കുകയാണ്.
അപ്പൊ സത്ത ആത്മാവിനെ ശ്രദ്ധിക്കുന്നു, നിരീക്ഷിക്കുന്നു, ആത്മാവ് ബോധത്തെ നിരീക്ഷിക്കുന്നു, ബോധം മനസ്സിനെ നിരീക്ഷിക്കുന്നു. പക്ഷെ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഈ മനസ്സ് ഒന്ന് നേരത്തെ സാധകര് പറഞ്ഞതുപോലെ ശൂന്യമാക്കണം. പൂർണ്ണമായിട്ട് ശൂന്യമാവില്ലെങ്കിലും നമുക്ക് ആ ചിന്തകളെ ഇടപെടലുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു ലെവലിൽ നിർത്തി ഈ ബോധത്തിന് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ നിരീക്ഷണങ്ങൾ സാധ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ആവുമ്പം ഈ പിന്നെ സത്ത, പിന്നെ ഫൈനൽ വിറ്റ്നസർ, പിന്നെ ആത്മാ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബോധം, പിന്നെ ഈ മനസ്സപ്പോ സൈലന്റ് ആവണം. അങ്ങനെയാ? അപ്പൊ ഏത് കെയർ ഓഫ് ഇല്ലാത്തത് സത്യം എന്നല്ലേ പറഞ്ഞത്? അതാ അൾട്ടിമേറ്റ് വിറ്റ്നസർ എന്നുള്ള അൾട്ടിമേറ്റ്, ആ സുപ്രീം ട്രൂത്ത്, സുപ്രീം കോൺഷ്യസ്നസ് എന്നൊക്കെ പറയില്ലേ, അബ്സല്യൂട്ട് ട്രൂത്ത് എന്നൊക്കെ പറയുന്ന സത്ത. ഇപ്പം ഗുരുജി ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സത്ത എന്നാണ്. അതിനപ്പുറം ഒന്നുമില്ലല്ലോ. പിന്നെ ബോധം എന്ന് പറയുന്നത് ഇവിടെ ഉന്മാന്നായിരിക്കും. അതായത് ഒരു വാക്കോട് ഗുരുജി ഉപയോഗിക്കാറുണ്ട്, ഉന്മ. അതാണോ എനിക്ക് ചോദിക്കാം, നമുക്ക് ഗുരുജിയോട് ചോദിക്കാം. 3 തരം. ഉന്മ എന്ന് പറയുന്നത് സ്വാമിയമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം കൂടി വന്നത്. ഈ ഉന്മ എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വം, അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആബ്സല്യൂട്ട് ട്രൂത്ത് തന്നെയല്ലേ നമ്മുടെ ഉന്മ? ആ ട്രൂത്തിനെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ആത്മാവ്. ഒരു തവണ ഞാൻ ഗുരുജിയോട് ചോദിച്ചു, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഉന്മ ആൻഡ് അവബോധം? കാരണം എനിക്ക് ഈ മലയാളം ശരിക്കും അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ വ്യത്യാസം ഉണ്ടോന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പൊ ഗുരുജി പറഞ്ഞു, ഉന്മ എന്ന് പറയുന്നത് വികസിച്ച ബോധമെന്ന്, വികസിച്ച ബോധം അങ്ങനെ ചിന്തിക്കുന്നു. എന്നാ അവബോധം എന്ന് പറയുന്നത് പിന്നെ അവയർനെസ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട്, അവബോധം ആബ്സല്യൂട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം എനിക്ക്, അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം. But thank you, Brother. Thank you.